ജേക്കബ് ജോർജ്, താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങാം. വീണ്ടും ഒരു വർഷത്തിനപ്പുറം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതിനും മുൻപേ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 2021 ഇതേ കാലഘട്ടം താങ്കൾക്ക് നല്ല ഓർമ്മയുണ്ടാകും. ഇപ്പോൾ അത് ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്ന് വിലയിരുത്തേണ്ടതുണ്ടോ? മുഖ്യമന്ത്രിയെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട്, അതേ മുഖ്യമന്ത്രിയെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട്, ടാർഗറ്റാക്കിക്കൊണ്ടുള്ള ഇത്തരം ഒരു പരീക്ഷണം വീണ്ടും നടക്കുമ്പോൾ താങ്കൾ എങ്ങനെ അതിനെ കാണുന്നു? ലാലെ, അത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വരും തോറും ഇതുപോലെയുള്ള നീക്കങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ആ ഗവൺമെൻറ്റിനെതിരെ അതത് പ്രതിപക്ഷം ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ പക്ഷേ ഇത് എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഇതിൽ ഈ കേസിന് എന്ത് പ്രസക്തി എന്നുള്ളത് ശ്രീകുമാറും BJP നേതാവ് അശോക് കുമാറും ഒന്നും യോജിക്കത്തില്ലായിരിക്കാം. പക്ഷേ എൻ്റെ സംശയം, രണ്ട് സ്ഥാപനങ്ങൾ, അത് അടിസ്ഥാനപരമായ കാര്യമാണ്, പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. രണ്ട് സ്ഥാപനങ്ങൾ, രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പണമിടപാട് ആർക്കും പരാതിയില്ലാതെ ഒരു ഗവൺമെൻറ് ഏജൻസിക്ക് ഇടപെടാൻ കഴിയുമോ എന്ന അടിസ്ഥാനപരമായ ചോദ്യം. ഒരു കമ്പനിക്കകത്ത് കമ്പനിയുടെ ചില നടപടികൾ, കമ്പനി സ്ഥാപനത്തിൻ്റെ ഉടമയോ ആരെങ്കിലുമോ ചില നടപടികൾ നടത്തി കമ്പനിക്ക് നഷ്ടമുണ്ടായാൽ ഏതെങ്കിലും ഡയറക്ടർ പരാതിപ്പെട്ടാൽ കമ്പനി നിയമമനുസരിച്ച് നടപടിയെടുക്കാം. അത് ROC, രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു സ്ഥാപനം CMRL, ആ സ്ഥാപനം വീണ വിജയൻ്റെ സ്ഥാപനമായ എക്സാലോജിക്കുമായിട്ട് ഒരു കരാർ, എന്തോ ഒരു ധാരണ എത്തുന്നു. അതനുസരിച്ച് കാശ് കൈമാറുന്നു, വെറും 2 കോടി സംതിങ്. അവിടെ ദേശീയ അന്വേഷണ ഏജൻസിയായ SFIO ഇടപെടുന്നു, അതേക്കുറിച്ച് അന്വേഷിക്കുന്നു. ഒന്നാമത്തെ അടിസ്ഥാനപരമായ ഒരു കാര്യം, കേന്ദ്ര ഏജൻസികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒരു 500 കോടി 1000 കോടി രൂപയൊക്കെ ഫ്രോഡ് വരുന്ന, സീരിയസ് ഫ്രോഡ് എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളിലാണ്. സീരിയസ് ഫ്രോഡ് വട്ടെ 2.37 എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര ഏജൻസിക്ക് അവരുടെ ചിലവ് പോലും വരത്തില്ല, അവരുടെ അന്വേഷണത്തിൻ്റെ ചിലവ് പോലും ഈ തുക വരത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഒരു സ്ഥാപനവും പരാതി പറഞ്ഞിട്ടില്ല. SFIOയുടെ മുമ്പിൽ ഈ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇടപാട് സംബന്ധിച്ച് എവിടെയാണ് പരാതി, എന്താണ് പരാതി, ആർക്കാണ് പരാതി? ആ പരാതിയില്ലാതെ SFIOയ്ക്ക് എന്ത് നിയമമടിസ്ഥാനത്തിൽ ഇത് അന്വേഷിക്കാൻ പറ്റും? അത് മാത്രമല്ല, ഇതിനകത്തിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയുള്ള കോടികളുടെ പരാതി വരാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് വേറെയുമുണ്ട്. ഇതിനകത്ത് മറ്റ് കോടികൾ മറ്റു പലർക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ള സൂചനകൾ നൽകുന്ന കാര്യങ്ങൾ അപ്പുറത്ത് കിടക്കുന്നു. അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ SFIOയ്ക്ക്. അതെ, അപ്പോൾ ഇവിടെ നടക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ്, ഏതെങ്കിലും രണ്ട് കമ്പനികൾ തമ്മിൽ ഇതുപോലെ ഒരു ഇടപാട് നടത്തുന്നു, അവർ തമ്മിൽ ധാരണയുണ്ടാക്കുന്നു, ഞാൻ ലാലിൻ്റെ കമ്പനിക്ക് ഒരു 1000 രൂപ തരുന്നു, അതിൽ ഞങ്ങൾ തമ്മിൽ എന്തൊക്കെയാണ് ഇടപാട് നടത്തിയിട്ടുള്ളത്, ഇതൊന്നും നോക്കാൻ ആർക്കും അധികാരമില്ല, അവകാശമില്ല. ഇത് രണ്ട് സ്ഥാപനങ്ങളുടെ, രണ്ട് കമ്പനികളുടെ സ്വതന്ത്രമായ നടപടികളാണ്. അതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഇടപെടണമെങ്കിൽ ഈ രണ്ട് കമ്പനികളിൽ ഏതെങ്കിലും ഒന്ന് പരാതി കൊടുക്കണം. ഇവിടെ എക്സാലോജിക്കോ ഈ CMRLോ പരാതി കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇതെടുക്കും? പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, SFIO എന്ന സീരിയസ് ഫ്രോഡുകൾ അന്വേഷിക്കുന്ന ഈ ഏജൻസി ഇതുവരെയും നടത്തിയിട്ടുള്ള, അതിൻ്റെ ജന്മകാലം മുതൽ ഇതുവരെയും നടത്തിയിട്ടുള്ള ഒരന്വേഷണം സംബന്ധിച്ചും ഒരു കേസ്, പല കേസൊക്കെ കൊടുത്തിട്ടുണ്ടാവാം, ഒരു കേസിന്മേലും ഇതുവരെയും നടപടി ഉണ്ടായതായി, കോടതി നടപടി ഉണ്ടായതായി റെക്കോർഡില്ല, കോടതി നടപടി ഉണ്ടായിട്ടില്ല. അതായത് സീരിയസ് ഫ്രോഡ് ഈ ഏജൻസി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഏജൻസിയായ ഈ ഏജൻസി ഗവൺമെൻറ്റിൻ്റെ ഒരു ആം മാത്രമാണ്. രാഷ്ട്രീയ ശത്രുക്കളെ, അത് കോൺഗ്രസ്സുകാരെയും ബാധിക്കാം, പ്രതിപക്ഷത്തിരിക്കുന്ന ഏത് ഗവൺമെൻറ്റിനെയും, ഏത് മുഖ്യമന്ത്രിയെയും, ഏത് ഭരണാധികാരിയെയും ബാധിക്കാം. പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി.